എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. ഫോൺ സന്ദേശമോ ഫോൺ ഡയറക്റ്റായി വിളിച്ചുകൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടിയെ അത് ധരിപ്പിക്കുകയാണ്. അങ്ങനെ 11 മണിയായിട്ടും കണ്ടില്ല. 10:30 എത്താം എന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ കൃത്യസമയത്ത് അങ്ങനെ വരുന്ന ആളുകൾ അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്ന നമ്മളൊക്കെ പോലെയുള്ള. ഇപ്പോൾ 11 മണി വരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു. 11:30 ആയിട്ടും കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരൊക്കെയോ അവർ വിളിച്ചന്വേഷിച്ചു. അവരുടെ അടുത്തേക്കൊന്നും റിദാൻ എത്തിയിട്ടില്ല. പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബ സുഹൃത്തു കൂടിയായ ഈ റിദാൻ ഫാസിൽ ഈ ഷാനിനെ ഫോണിൽ വിളിക്കുകയാണ്. ഷാനിന് ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ എത്തിയില്ല. നീനു എന്നാണ് വൈഫ് അവരെ വിളിക്കുന്നത്. അവരൊക്കെ നീനു എന്നാണ് വിളിക്കുന്നത്. നീനു ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ പറഞ്ഞു, ഞങ്ങൾ 8:30 9 മണിയോടുകൂടി പിരിഞ്ഞതാണ്. ഞാൻ അവരെ വീടിന്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഇവൻ മരിച്ചു എന്ന് പറയുന്ന മരണപ്പെട്ട് കിടന്ന സ്ഥലത്തിന്റെ താഴെ ഭാഗത്തിന്റെ അടുത്തായി ഞങ്ങൾ കീഴ്ശ്ശേരി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കുട്ടീൻ്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ വിളിച്ചു, ഷാനിനെ വിളിച്ചപ്പോൾ ഷാൻ പറഞ്ഞു, ഞങ്ങൾ യാത്ര പോയിട്ടില്ല, ഒരു 8:30 ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഈ ചെമ്പക്കത്ത് അറബി കോളേജിന്റെ തൊട്ടുപുറത്തുള്ള ഈ കുന്നിന്റെ ഈ സൈഡിൽ അവിടെ ഇറങ്ങി അവനൊരു ഫോൺ വന്നു. അവനെ കാണാൻ 2 ഫ്രണ്ട്സ് വരാനുണ്ട്, അതുകൊണ്ട് അവരെ കാത്തു നിൽക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നാണ്. അത് ആ 8:30 ശേഷം ഈ പറയുന്ന ഷാൻ റിദാനെ അവിടെ നിർത്തി അവിടുന്ന് പോയി എന്ന രീതിയിലാണ് ഈ കുട്ടിയോട് ഷാൻ മറുപടി പറയുന്നത്. അങ്ങനെയായി ഇവർ പലരെയും വിളിച്ചു നോക്കി, വീണ്ടും വിവരങ്ങളില്ല. അങ്ങനെ രാത്രി 1 മണിയോട് കൂടിയിട്ട് വീണ്ടും ഈ ഷാനിനെ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ വിളിക്കുകയാണ്. അപ്പം റിദാൻ ഫാസിൽ അവിടെ വീട്ടിലുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തു. വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. ഏതായാലും നേരം വെളുക്കട്ടെ, നമുക്ക് നോക്കാം, കുറച്ച് വൈകിയാലും പെരുന്നാൾ തരുന്നല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. 4 മണിയോട് കൂടിയിട്ട് 4 മണിയായിട്ടും കാണാഞ്ഞിട്ട് വീണ്ടും ഇവർ വിളിച്ചു എന്ന് പറയുന്നു, ഈ ഭാര്യ. അപ്പോ റിദാൻ ഫാസിലിന്റെ ഷാന്റെ ഫോണ് റിങ് ആയിട്ട് അവരെടുത്തില്ല. അങ്ങനെ ഷാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിച്ചു. അവര് റിദാൻ ഫാസിലിന് ഷാനിന് ഫോൺ കൊടുത്തു. അപ്പോഴും എത്തിയില്ല എന്ന് വിവരം പറഞ്ഞു. ഏതായാലും നേരം വെളുക്കട്ടെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. രാവിലെ നേരം വെളുത്തപ്പോൾ പള്ളി കഴിഞ്ഞ ഉടനെ ഈ കൊന്നു എന്ന് പറയുന്ന ഷാനും അവന്റെ ഭാര്യയും കുട്ടിയും റിദാൻ ഫാസിലിന്റെ വീട്ടിൽ വരുന്നു. ഇവർ തമ്മിൽ എവിടെ പോയിട്ടുണ്ടാകുമെന്ന് ചർച്ച നടക്കുന്നു. അപ്പൊ ഷാന്, ഞാനേതായാലും വൈഫിനെയും കുട്ടീനെയും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോവാണ്. ഇവനെക്കുറിച്ചൊരു വിവരമില്ല. പോകുന്ന സമയത്ത് ഈ ഷാൻ റിദാൻ ഫാസിലിന്റെ അനിയനോട് പറഞ്ഞു, ഏതായാലും നീ ആ കുന്നിലൊന്ന് പോയി നോക്ക്, ആ ഭാഗത്താണെന്നോ ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഷാൻ വീട്ടിലേക്ക് ഭാര്യയും കുട്ടിയും കൂട്ടി സ്കൂട്ടറിൽ പോകുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും റിദാൻ ഫാസിലിന്റെ അനിയൻ ഈ പറഞ്ഞ കുന്നിൽ ചെന്നപ്പോൾ റിദാൻ ഫാസിൽ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്, അനക്കമില്ലാതെ കിടക്കുക. അങ്ങനെ ഫോൺ ചെയ്യുന്ന ആളുകൾ ഓടിക്കൂടുന്നു. അപ്പോഴേക്കും ഭാര്യയെയും മകനെയും അവിടെ ഇറക്കിയിട്ട് ഈ
പറയുന്ന ഷാനും തിരിച്ച് ഈ സ്പോട്ടിലേക്ക് എത്തുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ കുട്ടിക്കറിയില്ല. അങ്ങനെ ബോഡി കൊണ്ടുപോകുന്നു പോലീസ്, പോസ്റ്റ്മോർട്ടം നടത്തുന്നു. വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നു, തലക്ക് മുറിവുണ്ടെന്ന് പറയുന്നു. രാത്രി 9:30 മണിയോടുകൂടി മയ്യത്ത് മറവ് ചെയ്യുന്നു. രാത്രി തന്നെ പോലീസ് വന്ന് ചോദിക്കുന്നു, ലാസ്റ്റിൽ എപ്പോഴാണ് ബന്ധപ്പെട്ടത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് വീണ്ടും വീട്ടിൽ വരുന്നു, കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു. പിറ്റേ ദിവസം ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയോട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറയാം. അങ്ങനെ കുടുംബം അവരവിടെ കൊണ്ടു ചെല്ലുന്നു. ഇരുത്തി ഇവരുടെ സംശയങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. റിദാൻ ഫാസിലിന്റെ ഫാമിലി ചരിത്രം, അവന്റെ ലൈഫ് സ്റ്റൈല് സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യുന്ന ഒരു പ്രക്രിയ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഈ കുട്ടിയോട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ് പറയുന്നത്. മരിച്ചതിന്റെ 2ാമത്തെ ദിവസമാണ് പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വീട്ടിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് അല്ല എടുത്തത്. 3ാമത്തെ ദിവസം വീണ്ടും ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. ഡിവൈഎസ്പി ഓഫീസിൽ പോകുന്നു. ഉച്ചവരെ ചോദ്യം ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിന്റെ സ്റ്റൈല് മാറും. ഇത് ആ പത്രസമ്മേളനത്തിൽ ആ ഫാമിലി മിനിയാന്നോ നാലാന്നോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ സ്റ്റൈല് മാറുന്നു. നീയും ഈ കൊന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ തരത്തിലാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്. കുട്ടി സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമില്ല, അടിസ്ഥാനരഹിതമാണ്, അവിടെ തന്നെയാണ് ഈ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്, അങ്ങനെ ഒരു ബന്ധമില്ല, നാട്ടിലുള്ളവർക്കറിയാം, അവരുടെ ബന്ധുക്കൾക്ക് അറിയാം. അന്ന് രാത്രിയോട് കൂടിയിട്ട്, വൈകുന്നേരത്തോട് കൂടിയിട്ട് ഭർത്താവ് മരിച്ച് 3ാമത്തെ ദിവസമാണ്. ഈ കുട്ടിയെ ഭീകരമായി വർദ്ധിക്കുകയാണ്. ഈ പെൺകുട്ടിയെ ഭർത്താവ് മരിച്ച് ഭീകരമായി വർദ്ധിച്ചു. അവരാവശ്യപ്പെടുന്നത് ഈ രീതിയിൽ നിങ്ങൾ സമ്മതിക്കണം, നീ സമ്മതിക്കണം, നീ അവനുമായിട്ട് ബന്ധമുണ്ട്, ആ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം. അതിൽ ഫോൺ കോൾസിന്റെ കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് വേറെ ഉണ്ട്. ഈ കുട്ടി ഇതിന് സമ്മതിച്ചില്ല. 2 ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചു. ഒരു നിലക്കും ഇത് സമ്മതിക്കില്ല എന്ന സാഹചര്യം വന്നു. 2ാമത്തെ ദിവസം, അതായത് 3ാമത്തെ ദിവസം, കുടുംബങ്ങൾ താഴെ കാത്തിരിക്കുന്നു കൂടെ വന്ന്. പെട്ടെന്നൊരു പോലീസുകാരൻ താഴേക്ക് ഓടി വരുന്നു. താഴെ ഹാൻഡ് ക്യാപ്പ് എടുത്തിട്ട് അവൾ കുറ്റം സമ്മതിച്ചു, അവൾ പ്രതിയാണ് എന്ന് ഈ റിദാൻ ഫാസിലിന്റെ ഉമ്മയോടും എളാപ്പയോടും അനിയനോട് പറയാണ്. അപ്പോൾ റിദാൻ ഫാസിലിന് മുമ്പ് ഒരു MDMA കേസിൽ, കള്ളക്കേസിൽ കുടുക്കിയൊരു വിഷയം നിൽക്കുന്നുണ്ട്. അതിലൊരു കണ്ണിയാണ് എന്ന് സംശയിക്കുന്ന പോലീസുകാരനാണ് ഈ വന്നത്. ഈ കുടുംബത്തിന് അതറിയാം. അപ്പോൾ ഈ പോലീസുകാരനോട് വളരെ ഗൗരവമായിട്ട് പ്രതികരിച്ചു. നീ ആ കള്ളക്കേസിൽ എൻ്റെ മകനെ കുടുക്കിയതുപോലെ എൻ്റെ കുട്ടീനെയും കൂടി കൊടുക്കാൻ പോവുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ഇവർ ഫോൺ എടുത്തപ്പോൾ ഈ പോലീസ് ഓഫീസർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് കൊണ്ടുപോയിക്കാം, നമുക്ക് നാളെ ചോദിക്കാം. അതോടുകൂടി ഇവർക്ക് സംശയം വർദ്ധിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പോകുന്നു. ഈ കുട്ടി ഇത് തന്നെ പറയുന്നു. പിന്നെ മർദ്ദനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ അവിഹിതമുണ്ട് എന്ന്, ആ അവിഹിത കാരണത്താൽ റിദാൻ ഫാസിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊന്നു, അവളെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. അതാണ് ഇന്റൻഷൻ. അതിലായിരുന്നു പോലീസ് ആദ്യം നിന്നത്. അത് അതിൻ്റെ ഒരു ഭാഗം. 2ാമത്തെ ഭാഗം, ഈ കൊന്നു എന്ന് പറയുന്ന കേസിൽ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഷാൻ ഉൾപ്പെടെ ആ കുടുംബങ്ങൾ എന്നെ വന്ന് കണ്ടു. ഷാൻ പറയുന്നു, അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്നും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവനെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാനിതിൽ കുറ്റവാളിയാക്കപ്പെട്ടു. അപ്പൊ ഷാന്റെ വെർഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്. 8:30 മണിയോട് കൂടിയിട്ട്, അതായത് ഒരു അരമണിക്കൂർ ഇവരവിടെ നിന്നു, ഒരു സിഗരറ്റ് വലിച്ചു.
ഷാന് റിദാൻ ഫാസിലിന് ഫോൺ വന്നു, എടാ എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവനോട് പോന്നു. അവന് അവിടുന്ന് മടങ്ങിയിട്ട് എടവണ്ണ വരുന്നു. എടവണ്ണ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പെരുന്നാളിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു, വീട്ടിലേക്ക് പോകുന്നു. വീടിന്റെ അടുത്തെത്താൻ സമയത്ത് ഭാര്യ വിളിക്കുന്നു, കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങണമെന്ന് പറയുന്നു. തിരിച്ച് അവൻ വീണ്ടും എടവണ്ണ വരുന്നു. ആ സാധനം കൂടി വാങ്ങി ഒരു 9:30 മണിയോടുകൂടി ഈ പറയുന്ന ഷാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ പോയി ഈ ഷാന്റെ ചെറിയ കുട്ടിയുമായി അങ്ങാടിയിലേക്ക് ഷാൻ ഇറങ്ങുന്നുണ്ട്. 10:30-10:45 വരെ ഷാൻ അന്ന് എടവണ്ണ അങ്ങാടി ഈ മുണ്ടങ്ങര അവന്റെ വീടിന് തൊട്ടടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ്, അങ്ങാടിയിലുണ്ട്. 10:30 പെരുന്നാളിന്റെ എന്താ പറയാ ആ ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ പങ്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയി ഉറങ്ങുന്നു. 11 മണിക്ക് ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ വിളിച്ചിട്ടുണ്ട്, അത് അവനും അക്നോളജ് ചെയ്യുന്നു. 1 മണിക്ക് വിളിച്ചു എന്നുള്ളതും അക്നോളജ് ചെയ്യുന്നു. 4 മണിക്ക് വിളിച്ചു എന്നുള്ളതും അക്നോളജ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് രാവിലെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി അവന്റെ ഭാര്യയും കുട്ടിയും പള്ളിയിൽ നിന്ന് ഈദ്ഗാഹ ഉണ്ടാവുക, പുറത്താണ്, ഗ്രൗണ്ടിലാണ് നമസ്കാരം ഉണ്ടാവുക. ആ നമസ്കാര സ്ഥലത്ത് നിന്ന് ഈ മരിച്ച വീട്ടിലേക്ക് എത്തുന്നു. അപ്പൊ മരിച്ച വീട് അറിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞ പെരുന്നാൾ ചോറ് ഉണ്ടിട്ട് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അനിയനോട് പറയുന്നു, നീ പോയി നോക്ക്. അതൊക്കെ അവനും അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഇതായി കോള് വരുന്നു, ഇങ്ങനെ മരിച്ചെന്നാണ്. കൊണ്ടുപോയ ഭാര്യയും കുട്ടിയെയും ആ വീട്ടിന്റെ റോട്ടിൽ ഇറക്കി അവൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് അവൻ നേരെ എടവണ്ണ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നത്. എടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇന്നലെ രാത്രി ഇങ്ങനെ ഞാനായിരുന്നു ലാസ്റ്റ് അവന്റെ കൂടെ ഞങ്ങൾ പിരിഞ്ഞത് ഇന്ന സമയത്താണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഈ മരിച്ച സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴേക്ക് പോലീസ് വരുന്നു. പോലീസ് വന്ന ഉടനെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഈ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് 11 മണിയാകുമ്പോഴേക്കും സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞു. അവൻ ഭക്ഷണം കഴിച്ച് തിരിച്ച് സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇവനെ വണ്ടിയിൽ കയറ്റിയിട്ട് നിലമ്പൂരിലേക്ക് കൊണ്ടുപോകാം. നിലമ്പൂരിൽ കൊണ്ടുപോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അവർ വെരിഫൈ ചെയ്യുന്നു, ഫോൺ വെരിഫിക്കേഷൻ നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും പോലീസിന്റെ സ്വഭാവം മാറുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പോകണം, നിങ്ങൾ അതിനെങ്കിലും എന്നെ വിട്, അല്ലെങ്കിൽ പോലീസിന്റെ കൂടെ വരികയാണെങ്കിൽ വന്നോ. വിട്ടില്ല, പോയില്ല. രാത്രിയോടുകൂടി സ്വഭാവം മാറുന്നു. അന്ന് രാത്രി കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പിറ്റേ ദിവസം തൊട്ട് 3 ദിവസം ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. ആ മർദ്ദനത്തിൽ മുഴുവൻ ഇവനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ഉണ്ട് എന്ന് ആ പെൺകുട്ടിയോട് എന്ത് പറഞ്ഞു? ഈ 2 വീട്ടുകാരും പറയും. ഇവനെ കൊണ്ട് ഒന്ന് സമ്മതിപ്പിക്കാനുള്ള ഭയങ്കരമായ ശ്രമം, ക്രൂരമായ മർദ്ദനം. പെണ്ണിന് ഈ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനെ എങ്ങനെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം. 3 ദിവസം. അവസാനം അവൻ പറഞ്ഞു, ഇവന് വസ്ത്രങ്ങളില്ല, 3 ദിവസം ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല, വെള്ളം മാത്രം ലിമിറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളാണ്. അങ്ങനെ അവസാനം ഇത് എഴുതണം, നീ ഇത് സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കൊന്നാലും നിങ്ങൾ സമ്മതിക്കില്ല, അത് എൻ്റെ സുഹൃത്തിന്റെ ഭാര്യ, എൻ്റെ പെങ്ങളെ പോലെയാണ്, ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് അതിനൊരു സ്റ്റോറി ഉണ്ടാക്കി. ആ കേസ് പരിശോധിക്കുന്ന അവരിപ്പോൾ മുഖ്യമന്ത്രിയോട് പുനരന്വേഷണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ CBIക്ക് പോകാൻ നിൽക്കുകയാണ്. ഏത് ഏജൻസി വന്നാലും ഇത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ അവനെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തുന്നു. ഇവനുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് എഴുതുന്നു. ആ വൈരാഗ്യത്തിൽ കൊന്നതാണെന്ന് എഴുതുന്നു. അത് കുറ്റസമ്മതം നടത്തിയോട് കൂടിയിട്ട് പോലീസ് ഫ്രീ ആവും. ഈ സംഭവം നടന്ന ആ ദിവസം പോലീസ് ഇവന്റെ വീട് അരിച്ചു പറക്കിയതാണ്, വീടിന്റെ പരിസരം അരിച്ചു പറക്കിയതാണ്, പിറ്റേ ദിവസം കംപ്ലീറ്റ് അരിച്ചു പറക്കിയതാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം ഇവനോട് പറയുന്നു, നീ ഈ 2 മൊബൈൽ ഫോണുകൾ, അവിടെയാണ് ഇതിന്റെ വിഷയം. ഈ പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്നു, ഈ മരിച്ച റിദാന്റെ. ആ 2 ഫോണുകളും ഇതുവരെ പോലീസ് റിക്കവർ ചെയ്തിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പോലീസ് ഉണ്ടാക്കിയ സ്റ്റോറി, ഈ ഷാൻ എന്ന് പറയുന്ന പ്രതിയെ എടവണ്ണ ചാലിയാർപ്പുഴയുടെ പാലത്തിൽ കൊണ്ടുവന്ന് ഞാൻ പുഴയിലേക്ക് എറിഞ്ഞു എന്ന സ്റ്റേറ്റ്മെന്റ് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷാനിനെ കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു എന്നാണ് ഷാൻ പറയുന്നത്.
അങ്ങനെ എടവണ്ണ പാലത്തിൽ കൊണ്ടുവരുന്നു. പാലത്തിന്റെ മുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപാട് മുങ്ങൽ വിദഗ്ധർ വരുന്നു, മുങ്ങുന്നു, പൊങ്ങുന്നു. ഒരു ഫോണും കിട്ടിയിട്ടില്ല. വേറെ ഏതൊരു ഫോൺ അവിടെ നിന്ന് കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട ഫോണല്ല. അത് കഴിയുന്നു. പിറ്റേ ദിവസം അവനോട് പറഞ്ഞ് അത് കുറ്റം ഈ പറഞ്ഞ രീതിയിൽ സമ്മതിച്ചതിന് ശേഷം അവന്റെ മർദ്ദനം തീർന്നു, എല്ലാം തീർന്നു. ഭക്ഷണം കിട്ടുന്നു, അവന് സിഗരറ്റ് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. പിറ്റേ ദിവസം 4-ാമത്തെ ദിവസം പോലീസ് പറഞ്ഞു നമുക്ക് വീട് വരെ ഒന്ന് പോകണം. അങ്ങനെ വീട്ടിലേക്ക് പോവാന് ഇവനെ വണ്ടിയിൽ കയറ്റുന്നു. 3-4 പോലീസ് ജീപ്പ് എല്ലാം കൂടെ വരുന്നു, വീട്ടിൽ വരുന്നു. വീടിന്റെ മുറ്റത്ത് കൂടെ അകത്ത് കൂടെ ഇങ്ങനെ ഇവനെ കൊണ്ടു നടന്നു. അപ്പോൾ ആ വിറക് വരെയും കൂടി ഒന്ന് നോക്കുക. റിക്കവറിക്ക് വന്നതാ. ഈ പോലീസ് നോക്കിയ റിക്കവറി പൂർണ്ണമായും പോലീസ് പരിശോധിച്ച അരിച്ചു പെറുക്കിയ ആ വിറക് വരയിലെ ഒരു തുണി ഇങ്ങനെ പൊക്കിയപ്പോൾ അതിന്റെ അടിയിൽ ഒരു പായന്റെ അടിയിൽ തോക്ക് ഇങ്ങനെ കിടക്കുന്നു. അതാ തോക്ക് റിക്കവറിയായി. അവൻ പറയുന്നു അവൻ തോക്ക് വാങ്ങിയിട്ടില്ല, അവനെ തോക്കിന്റെ കാര്യങ്ങൾ അറിയില്ല. നാട്ടുകാരും പറയുന്നു ഇങ്ങനെ ഈ അരിച്ചു പെറുക്കിയ സ്ഥലത്ത് നിന്ന് 4-ാമത്തെ ദിവസം എങ്ങനെ ഈ തോക്ക് കിട്ടുക? ദുരൂഹമാണ് നാട്ടില്. പിന്നെ അവൻ വെടിവെച്ചതിന്റെ ട്രെയിനിങ്ങിന്റെ സംവിധാനം ഉണ്ടാക്കുന്നു. ഈ ഷാന് സൗദിയിലുള്ള സമയത്ത് UP-യിലുള്ള അവന്റെ കൂടെ ജോലി ചെയ്തിരുന്ന 2 ആളുകളുടെ ഫോൺ നമ്പർ അവന്റെ ഫോണിലുണ്ടായിരുന്നു. അങ്ങനെ നേരെ UP-യിൽ പോകുന്നു. സൗദിയിൽ നിന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 2 UP-യിലെ ആളുകളെയും അവിടെ വരുന്നു. പോലീസ് പൊക്കുന്നു, ഇവർ തോക്ക് കൊടുത്തതാക്കുന്നു. അതിനു മുമ്പ് ഇവൻ ഡൽഹി യാത്ര, ഇവർക്ക് ചെറിയൊരു എക്സ്പോർട്ട് ബിസിനസ് ഉണ്ട്, സ്പെയർ പാർട്സ്. അതുമായി ബന്ധപ്പെട്ട് മുമ്പും പോയിട്ടുള്ളതാണ്. ആ സ്പെയർ പാർട്ട് ബിസിനസ്സിന് പോയ ആ സമയത്തുള്ളത് ഈ തോക്ക് വാങ്ങാനാണ് എന്നുള്ള ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു അന്വേഷണമില്ല. ഈ മരിച്ച വീട്ടുകാർ പറയുന്നു ഒരിക്കലും ഒരാൾക്ക് ഒറ്റക്ക് റിദാൻ ബാസിലിനെ കൊല്ലാൻ കഴിയില്ല, അവൻ അത്ര നല്ല ആരോഗ്യമുണ്ട്. അപ്പോ ഇനി ഇവൻ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഷാൻ കൊന്നില്ല എന്നവർ തീർത്ത് പറയാൻ തയ്യാറല്ല. പക്ഷെ അവർക്ക് സംശയമുണ്ട്. പക്ഷെ അവനും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ ഒരിക്കലും സാധിക്കില്ല ഒറ്റക്ക് കൊല്ലാൻ. ഇതിന് പിന്നിൽ ആളുകൾ, അതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന പുനരന്വേഷണത്തിന്റെ കാരണമായിട്ട്. ഈ കുട്ടിയെ ഇവർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതും. സ്വാഭാവികമായിട്ടും എന്റെ അന്വേഷണം ചെന്നെത്തിയിട്ടുള്ളത് ഇവരുടെ കയ്യിൽ, ഇവനൊരു ഇൻഫോമറായിരുന്നു മരിച്ച്, അവന് ചില ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ചില തെളിവുകളുണ്ട്, എന്നെ കള്ളക്കേസിൽ കുടിവെക്കുക വരെ ഞാൻ കൊടുക്കും എന്ന് വീട്ടുകാരോട് മരിച്ച റിദാൻ ഫാസിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഫോൺ കൈക്കലാക്കാൻ വന്ന ടീം ഈ പറയുന്ന ഈ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ട ഗ്രൂപ്പായിരിക്കാം. ആ ഗ്രൂപ്പിന്റെ കയ്യിൽ ഈ ഫോണുണ്ട്. ആ ഫോൺ പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമത്തിൽ അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത് എന്റെ വർഷമാണ് കേട്ടോ, എന്റെ തോന്നൽ. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണതിന്റെ ആ ആംഗിൾ നമ്മൾ പറയും. അപ്പൊ ഈ വന്ന വിഭാഗത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തോക്ക് ഉപയോഗിച്ച് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ആ ഫോണിലാണ് ദുരൂഹത. കാരണം പോലീസ് എഴുതി വെച്ച കേസ് ഈ 2 വിഭാഗവും പറയുമ്പോൾ നമുക്കത് പൂർണ്ണമായും ഇടവണ്ണ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അവർ സമരത്തിലേക്ക് പോവുകയാണ്. ഈ കേസ് അന്വേഷണം ശരിയല്ല, യഥാർത്ഥ പ്രതിയല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല, ഇനിയും ഇതിൽ പ്രതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ പൂർണ്ണമായും സംശയിക്കുന്നത് ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് റിദാൻ ബാസിലിന് ചെറിയ ബന്ധങ്ങളുണ്ട്. അതെന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് വിരൽ ചൂണ്ടുന്നത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന സുജിത്താസുമായി ബന്ധപ്പെട്ട നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന ക്രിമിനൽ കള്ളക്കടത്തിന്റെ കണ്ണിയായ പോലീസ് സുജിത്താസിന്റെ സംഘത്തിന് ഇതിന് പിന്നിൽ എത്രത്തോളം പങ്കുണ്ട് എന്ന് പരിശോധിക്കണം. ആ പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആ പരാതിയിൽ വിശദമായി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഇതിൽ പല മാറ്റത്തിരുത്തലുകളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി വരുമ്പോൾ ഇത്രയും വെളിപ്പെടുത്തി പറഞ്ഞത് കാരണം ഇത് റെക്കോർഡാണ്. കേരളത്തിലെ ജനത അറിയും.
മലപ്പുറത്തെ പത്രക്കാർ ഇതറിയും. അപ്പോൾ ഇനി ഒരു അന്വേഷണം, അടുത്തൊരു അന്വേഷണത്തിൽ ഇതിന്റെ ഓരോ പോയിന്റിലും ഈ കാര്യങ്ങൾ വീക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഏതെങ്കിലും സത്യസന്ധമായ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയെ ഒരു പരിധിവരെ അടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത് വെക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം, അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലെ പ്രധാന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കരിപ്പൂരുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്. നിങ്ങളൊക്കെ ഒരുപാട് പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്തൽ, സ്വർണം തട്ടിക്കൊണ്ടുപോലെ, ഇങ്ങനെ പലതും. പോലീസിൽ ഇതിനൊരു വലിയ വിഭാഗം ഇതിന്റെ ഒരു പിന്തുണയോട് കൂടിയിട്ട് കള്ളക്കടത്ത് നടക്കുന്നു എന്ന ചർച്ച ഈ നാട്ടിലെ അങ്ങാടിപ്പാട്ടാണ്. 10 മണി കഴിഞ്ഞാൽ എയർപോർട്ടിന്റെ പരിസരത്തുള്ള ഒരു കടകളും തുറക്കാൻ ഈ SP അനുവദിച്ചിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു നിയമമല്ല. അപ്പോ ആളുകൾ പോയിക്കൊള്ളണം. പാതിരാത്രിയിൽ കരിപ്പൂർ ജംഗ്ഷൻ തൊട്ട് എയർപോർട്ട് വരെയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ ഈ പറയുന്ന സംഘത്തിന്റെ പാതിരാ പ്രവർത്തനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാനാണോ മലപ്പുറം ജില്ലയിൽ ആളും മനുഷ്യനുമില്ലാത്ത ജനവാസം വളരെ കുറഞ്ഞ പ്രദേശമാണ് ഈ എയർപോർട്ട് റോഡ്. അങ്ങനെ ഒരു നിയമം അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ അത് എന്താണെന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ, എങ്ങനെയാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത്, എന്താണ് പോലീസിലെ ഇതിന്റെ ഉദ്ദേശം, നിങ്ങൾ കൃത്യമായി കേൾക്കണം. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ആര് പിടിച്ചാലും ആ പിടിക്കുന്നവന് അല്ലെങ്കിൽ അത് ഒറ്റിക്കൊടുക്കുന്നവന് സെൻട്രൽ ഗവൺമെന്റിന്റെ 15% റിവാർഡ് ഉണ്ട്. ആ 15%, 1 കോടിയുടെ സാധനം ഈ പറയുന്ന കള്ളക്കടത്ത് മുതൽ സൂചിപ്പിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ ഒരാളും അറിയാതെ, ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ ആ വ്യക്തിയിലേക്ക് വരികയാണ്. അപ്പോ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും കസ്റ്റംസ് സംവിധാനമുണ്ട്, അവിടെ സ്കാനിംഗ് സംവിധാനമുണ്ട്, അവിടെ പ്രിവെന്റീവ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്. കള്ളക്കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്. അപ്പൊ നമ്മുടെ കരിപ്പൂർ ഈ ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു ബോംബെയിലായിരുന്നു പണ്ട്. പക്ഷേ കരിപ്പൂർ ഇന്ന് ആ ബോംബെ ഗണത്തിലേക്ക് കള്ളക്കടത്തിന്റെ ഭാഗമായി മാറിയിട്ട് വർഷങ്ങളായി. ഒരുപാട് കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതും CBI വന്ന് പിടിച്ചതും ഇതിന് കൂട്ടുനിന്നതും ഹെയർ ഹോസ്റ്റസ് കൊണ്ടുവന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്താണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ ഈ പറയുന്ന CCTV സർവൈലൻസും അതുപോലെ സ്കാനിംഗ് മെഷീനുകൾ അൾട്രാ മോഡേൺ മെഷീൻസ് ആണ്. ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ഒളിപ്പിച്ച് പെട്ടിക്കുള്ളിൽ, മെഷീനിന്റെ ഉള്ളിൽ, മറ്റു സാധനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒളിപ്പിച്ചാലും അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള മെഷീനുകളാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലുള്ളത്. സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിനെ 90% അവർക്ക് പിടിക്കാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത്. കസ്റ്റംസ് വളരെ ചെറിയ ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത്. ആരാ സ്വർണം പിടിക്കുന്നത്? ഈ പറയുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ്. എവിടുന്നാ പിടിക്കുന്നത്? എയർപോർട്ടിന്റെ പരിസരത്തുനിന്ന്, ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്തുനിന്ന്. സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നേരെ പോലീസ് ഈ തൊണ്ടി മുതലും ഈ പാസഞ്ചറെയും നേരെ കസ്റ്റംസിൽ പ്രിവെന്റിയിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നത്തെ പണി ആർക്കാ? കസ്റ്റംസിനാണ്. പോലീസുകാർക്ക് എന്ത് കിട്ടി? 15% കിട്ടി. വലിയ പൈസയാണ്. പക്ഷേ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ആ പണി ചെയ്യുന്നേ ഇല്ല. സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള, മാഷ് കേൾക്കണം, സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ആപ്പ് ടീമിന് ഈ 15% വേണ്ട. ഭയങ്കര രാജ്യസ്നേഹം, മനസ്സിലായോ? രാജ്യത്തിട്ട് അങ്ങ് സ്നേഹിച്ചിട്ട്
അവർ നേരെ എന്താ ചെയ്യാം? ആര് പിടിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കസ്റ്റംസ് പ്രിവെന്റീവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. ആ എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവർ ഈ സ്ക്രീനിൽ ഈ സാധനം കാണുന്നുണ്ട്. പല 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 തരത്തിലുണ്ട് കേട്ടോ. അതിലൊരു തരമായി പറയുന്നത്. അത് കണ്ടാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കടത്തി വിടുകയാണ്. പാസഞ്ചർ എന്ത് വേക്കും? അള്ളാ പടച്ചോനെ കഴിച്ചിലായല്ലോ. അപ്പൊ തന്നെ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പം അന്വേഷിച്ച് കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളാണ്. പുറത്ത് നിൽക്കുന്ന പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം അടക്കമുള്ള പോലീസുകാർ ചാടി വീഴുന്നു, പിടിക്കുന്നു, നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം അവിടെ അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ 15% റെസീറ്റും വാങ്ങി കീശയിലിട്ട് പോകേണ്ട പോലീസുകാർ ആ 15% വേണ്ടാന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു, ഓരോ സെന്ററിൽ പോകുന്നു, ഇവരെ പിടിക്കുന്നു. എങ്ങനെയാ പിടിക്കുന്നത്? കള്ള മുതല് 102 CRPC എന്ന് പറയുന്നത് 102 CRPC എന്ന് പറയുന്നത് കളവ് മുതലിന്റെ തൊണ്ടി റിക്കവർ ചെയ്യുന്നതാണ് 102 CRPC. ആ 102 CRPC കളവ് മുതൽ എങ്ങനെയൊരു കളവ് മുതൽ ഉണ്ടാവുക? കളവ് മുതൽ ഉണ്ടാവണമെങ്കിൽ ആരുടെയും സാധനം കട്ടെടുക്കണം, അതിനൊരു പരാതിക്കാരൻ വേണം. ഇവിടെ ഒരു പരാതിയില്ല. പാസ്പോർട്ട് വിദേശത്ത് നിന്ന് സാധനം അവൻ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരിക, അത് കളവ് മുതലല്ല, ടാക്സ് ആണ് വെട്ടിക്കുന്നത്. ഒരിക്കലും 102 CRPC നിൽക്കില്ല. ഞാൻ കൃത്യമായ ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്നാൽ 102 CRPC പ്രകാരം എന്താ ചെയ്യേണ്ടത്? അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇന്റർനെറ്റിൽ 102 CRPC നോക്കിയാൽ മതി. 102 CRPC പ്രകാരം ഇവരാദ്യം ചെയ്യേണ്ടത് എന്താ? GD എൻട്രി ചെയ്യണം. GD എൻട്രി ചെയ്തിട്ട് ഈ പിടിച്ച ഓഫീസർ ഇമ്മീഡിയറ്റ്ലി, ആ സെക്ഷൻ അങ്ങനെ പറയുന്നത്, സീനിയർ സബോർഡിനേറ്റിനെ ഇൻഫോം ചെയ്യണം. ഇവരാരെ ഇൻഫോം ചെയ്യുന്നത്? ഡാൻസ് ഓഫിന് ആരാണ് ഇവിടെ സീനിയർ ഒഫീഷ്യൽ? അത് ഒഫീഷ്യലാണോ? അപ്പൊ സ്വാഭാവികമായും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സാധനം കൊണ്ടുപോകും. രേഖാപരമായിട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷന് കൊണ്ടുപോകുന്ന വേറെ പല സ്ഥലങ്ങളിലാണ്. അതൊക്കെ ഇനി വരുന്ന ടീം അന്വേഷിക്കട്ടെ. അങ്ങനെ 2 കിലോ കൊടുന്നാൽ ഇവർക്ക് എന്താ കിട്ടുക? 1 കിലോക്ക് കിട്ടുന്ന, ഇപ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ എവിടെയൊന്നും എഴുതി വെച്ചിരുന്നു, 6000 നമ്മൾ ഗ്രാമിന് കൂട്ടിയാൽ തന്നെ 60 ലക്ഷം അങ്ങനെ കൂട്ടുക ആവറേജ്. 2 കിലോ പിടിച്ച 1 കോടി 20 ലക്ഷം. 1 കോടി 20 ലക്ഷത്തിന്റെ 15% എന്ന് പറഞ്ഞാൽ 1 കോടിന്റെ 15 ലക്ഷം, 1 കോടിയുടെ 15% എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ അവർക്ക് സ്പോട്ടിൽ അവരുടെ അക്കൗണ്ടിൽ പോവാണ്. അതിന് പകരം ഇത് 50 ലക്ഷം ആക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. 50 ലക്ഷം ആക്കണമെങ്കിൽ എന്ത് വേണം? ഈ വന്നതിന്റെ 40-50% എടുക്കണം. കസ്റ്റംസിന് ഇത് കൊടുക്കാതെ ഈ കൊണ്ടുവന്ന കാരിയറിൽ നിന്നും, എന്നാൽ ആ പിടിച്ചെടുത്ത സ്വർണം CRPC 102 പ്രകാരം എന്താണ്? ഇമ്മീഡിയറ്റ് സീനിയർ ഓഫീസറെ വിവരം അറിയിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. ആ സാധനത്തിന്റെ രൂപഭാവങ്ങൾ മാറ്റാൻ 102 CRPC അനുവദിക്കുന്നില്ല. അതിന് സുജിത്ദാസ് പറയുന്ന ന്യായം എന്താ? അത് ലിക്വിഡായിട്ട് വരുന്നുണ്ട്, വേറെ പല ഫോർമാറ്റിലും വരുന്നുണ്ട്, പെയിന്റ് അടിച്ച് വരുന്നുണ്ട്, റബ്ബർ മാറ്റിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാരാ പരിശോധിക്കേണ്ടത്? ആ കിട്ടിയ റിക്കവറി ചെയ്ത സാധനം കോടതിയിൽ കൊടുത്തിട്ട് ഇത് സ്വർണത്തിന്റെ ലിക്വിഡാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, സ്വർണമാണെന്ന ബോധ്യത്തിലാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് കോടതിയിൽ. കോടതിയാ പരിശോധനയ്ക്ക് അയക്കേണ്ടത്. ഇത് സ്വർണ്ണാണോ, ഇത് വെള്ളിയാണോ, ഇത് സിൽവറാണോ? അതിന്റെ ഈ 102 CRPCയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ മറ്റേ വഴി. എന്നിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞാലും കസ്റ്റംസിന് കൊണ്ടേ കൊടുക്കുക, അതുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം,
1 കോടിയുടെ മുതൽ പിടിച്ചാൽ 15% ആ ടീമിന് കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് റിവാർഡ് കൊടുക്കുമ്പോൾ ആ റിവാർഡ് വേണ്ട. ഇത് കളവ് മുതൽ ആർക്കെങ്കിലും പൈസ കൊടുക്കും, ഇത് പോലീസുകാരനെങ്കിലും. ഇത് കളവ് 102 CRPCയിലെ കളവ് മുതലാണ് കോടതി കൊണ്ടേ കൊടുക്കുന്നത്. ഒരു പൈസയും കിട്ടില്ല. അപ്പൊ ഈ സാധനം നേരെ കൊണ്ടോട്ടി 2-3 തട്ടാന്മാരുണ്ട്. ഒഫീഷ്യൽ തട്ടാന്മാരുണ്ട്, അൺഒഫീഷ്യൽ തട്ടാന്മാരുണ്ട്. പക്ഷെ അത് കേൾക്കണം. അവിടെ കൊണ്ടുപോയി ഇത് ഉരുക്കി ചെത്തി മിനുക്കി ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തു മാറ്റി ഇവിടെ വന്നിട്ട് CJM കോടതിയിൽ ഒരു കളവ് കേസിൽ പിടിച്ച സ്വർണ്ണമായിട്ട് എയർപോർട്ടിന്റെ പരിസരം ലോകത്തെവിടെയും പറഞ്ഞു കേൾക്കുമോ? ലോകത്ത് 3 കൊല്ലം 2 കൊല്ലം 10 മാസവും ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പണി നടത്തി. അദ്ദേഹത്തിന്റെ പണിക്ക് കൂട്ടുനിന്ന പല ഓഫീസർമാരെയും വീണ്ടും തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിലും SITയില് NIAയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കുക. ആ പഴയ ആളുകൾ വീണ്ടും തിരിച്ചു കൊണ്ടുപോയിലെത്തിയെത്തിയെന്ന്. ഇനി ഇതിനൊരു അടിസ്ഥാനം വേണമല്ലോ. ഇതൊരു ലോജിക്കാണ്. ഏത് മഹേഷ് പിടിച്ചാലും അഷ്കർ പിടിച്ചാലും പ്രശാന്ത് പിടിച്ചാലും നമുക്ക് 15 ലക്ഷം കിട്ടും. അത് കേരളത്തിലെ സുജിത് ദാസിന് വേണ്ട. രാജ്യസ്നേഹം മൂത്തിരിക്കുകയാണ്. കാരണം രാജ്യം ഭയങ്കര പ്രതിസന്ധിയിലല്ലേ, സാമ്പത്തിക പ്രതിസന്ധിയിൽ. അതായിരിക്കാം ഒരു പക്ഷേ കാരണം. പക്ഷെ അപ്പുറത്തുനിന്ന് ഈ 15 ലക്ഷത്തെ 40 ലക്ഷവും 50 ലക്ഷവും അടിച്ചു മാറ്റിയാണ്. ഒരൊറ്റ കേസിന്റെ ഡീറ്റെയിൽസ്. കാരണം നമുക്ക് പ്രശാന്ത് കേൾക്കണം. പ്രശാന്ത് അല്ലല്ലല്ലല്ലല്ല, നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റുമോ? എവിടെ പഠിച്ചത്? പ്രശാന്തേ, 21, 22, 23 അല്ല നിങ്ങൾ കേൾക്കണം. കുറെ കേട്ട ആൾക്കാരാണല്ലോ, കേട്ടിട്ട് അന്തം വിട്ട ആളുകളാണ്. എന്താ ഇത് പരിപാടി ഇങ്ങനെയൊക്കെ അല്ലേ? സത്യതല്ലേ? ഈ വസ്തുത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്കാർക്കും ഇത് കഴിയില്ല. നമ്മളിത് ഹിന്റ് ചെയ്യാണ്. ഇനി ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരുന്നുണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന ആളുകൾക്കല്ലേ ഹിന്റാ കൊടുക്കുന്നത്. നമ്മളിതിന്റെ പിന്നാലെ ഉണ്ട്. പ്രശാന്തേ, ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടെത്താൻ. ഇപ്പോ 2021, 2022, 2023 സെപ്റ്റംബർ വരെ പിടിച്ച കേസ് എത്ര അറിയോ? എത്ര ഉണ്ടാവും മാഷെ? ഒരു അഭിപ്രായം പറയൂ. പോലീസ് പിടിച്ച സ്വർണ്ണ കേസ് ഈ 2 ചില്ലങ്കണത്തിനിടക്ക് അത് ഒരു കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ വേറെ പറയാം. കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ 156 കേസ്. 156. ഒരു ചെറിയ കണക്ക് നമ്മൾ കൂട്ടി വെക്കാം. ഒരു 3 കിലോ ആവറേജ് കൂട്ടുക. 10 കിലോ, 5 കിലോ, 25 കിലോ, 10, 8 ഒക്കെ ഉണ്ട്. മിനിമം ബെയർ മിനിമത്തിൽ നമ്മൾ നിന്ന് കണക്കൂട്ടിയാൽ 156 കേസ് അവർ ബുക്ക് ചെയ്യുമ്പം 3 കിലോ വെച്ച് നമ്മൾ കൂട്ടിയാൽ 468 കിലോ. വളരെ വളരെ കുറച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. 468 കിലോ. 468 കിലോ എന്ന് പറഞ്ഞാൽ 468 × 1000, അതാണുള്ള ഗ്രാം. 1 ഗ്രാമിന് ഇന്നത്തെ സ്വർണത്തിന്റെ ആവറേജ് പ്രൈസ് 6250 രൂപ. ഈ 6250 രൂപ ഇട്ടിട്ട് 4,68,000 ഗ്രാം, അതാണ് ഈ 468 കിലോ എന്ന് പറയുന്നത്. 6250 ഗ്രാമിനിട്ട് നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എത്ര അറിയാം? 292 കോടി. അത് അവർക്ക് ഇതിന്റെ ഒരു 40%, മറ്റ് 15% ആണെങ്കിൽ അവർക്ക് ഒരു 45 ലക്ഷം കിട്ടും, 45 കോടി കിട്ടും. അത് പിടിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ. പക്ഷെ മനസ്സിലായോ? 15% കൂട്ടുകയാണെങ്കിൽ 300 കോടി, 292 കോടി ഉണ്ട്. അതിന്റെ ഒരു ആവറേജ് നമ്മൾ എടുത്താൽ അവർക്ക് 15 × 3 കോടിയിൽ നിന്ന് 300 കോടിന്റെ 15% 45 കോടി കിട്ടും. ഇപ്പൊ ഈ അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ 40% ഇപ്പൊ നമ്മൾ ഈ കൂട്ടിയ ആവറേജ് കണക്കിൽ 290 പറഞ്ഞാൽ ഏകദേശം 118 കോടി ഉറുപ്പിയാണ് ഈ 2.5 കൊല്ലം 2.25 കൊല്ലത്തിനുള്ള ഒരു അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങളെ ചോദ്യം. ഇനിയിപ്പോൾ അതിന് ഒറ്റ കേസ് നിങ്ങളുടെ എന്താ പറയാ, ഈ എന്താണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേസ് പോലീസ് FIR നമ്പർ 558/22 ഒന്ന് നോട്ട് ചെയ്തേക്കും. ഇങ്ങനെ ഇന്റർനെറ്റിൽ
സാധനങ്ങൾ കിട്ടും. 558/22 2022 കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, മലപ്പുറം ജില്ല. അത് അടിച്ചാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ആ കേസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് വളരെ രസകരമായ കേസാണ്. അതിൽ ഏറ്റവും അട്രാക്ഷൻ തോന്നിയ ഒരു സാധനം പുറത്തു കൊടുക്കുമ്പോൾ നമ്മളെ ഈ പരിശോധനയിൽ നിങ്ങൾ കേട്ടോ, ഇതിൽ 5 പ്രതികളാണുള്ളത്. ഒരു സഹീർ, ഒരു മുഹമ്മദ് സഹദ്, ഒരു അമീന്, പിന്നെ നല്ലൊരു കഥാപാത്രം ഈ സ്വർണം കൊടുന്ന ഒരു സ്ത്രീയാണ് പാവം, ദീന വത്സൻ. പള്ളിക്കുന്നത്ത് ഹൗസ്, ബീനാച്ചി പോസ്റ്റ്, വയനാട് സുൽത്താൻ ബത്തേരി. ബീനാച്ചില്ല. ഒരു മിനിറ്റ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും ഗുഡ് ഫെയ്ത്ത് നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ കണ്ടൻസ് FIR ഉള്ളടക്കം 22/12/2022 തീയതി 8:30 മണിക്ക് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിൽ നിന്നും IX 344 എയർ ഇന്ത്യ വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരായ 5-ാം പ്രതിയുടെ കൈവശം പ്രവാസിയായ സുബൈർ എന്നയാൾ വിദേശത്ത് നിന്നും കൊടുത്തയച്ചതായ 145.9 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 16-17 പവൻ. ഈ പാവസ്ത്രീ അതിന്റെ ബന്ധം ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആഭരണമാണെന്നതിന് ബാക്കി വാങ്ങിയത് മനസ്സിലായി. പിടിച്ചിരിക്കുന്നവർ കൊടുത്തിരിക്കുന്നത് 145.9 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് സുബൈറാണ് കേൾക്കുന്നത് കൊടുത്തുവിട്ടോണ്ട് വരാത്ത പേര്. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.